Model 3, first question, a bracket is connected as shown. If the permissible tensile stress of the bolted material is 60 Newton per mm square, specify the size of the bolt. I bolt in the size ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Model 3 ആണ്. അപ്പോൾ ഡിസൈൻ ഓഫ് ബോൾട്ട് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The bracket is fixed by 4 bolts. ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റ് 4 ബോൾട്ടൊക്കെ വെച്ചിട്ട് റൂഫിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ബ്രാക്കറ്റ് ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ഈ ബ്രാക്കറ്റ് ഫെയിൽ ആയി പോകാൻ പാടില്ല. അതായത് ബോൾട്ട് ഇതിൽ ഉള്ള ബോൾട്ട് അല്ല, ബോൾട്ടിനെ കൊണ്ടാണല്ലോ ബ്രാക്കറ്റ് റൂഫിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഡ്യൂ ടു ദിസ് ലോഡ് ദിസ് ബോൾട്ട് ഷുഡ് നോട്ട് ഫെയിൽ. That's our aim. So we have to design bolt that has to be withstand this total load. So we have to design the bolt. അതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബോൾട്ടിന്റെ ഈ ലോഡിന് പാരലൽ ആയിട്ടാണ് ബോൾട്ടിന്റെ ആക്സിസ് ഇത് കാണാൻ പറ്റും. ലോഡിന് പാരലൽ ആയിട്ടാണ് ബോൾട്ടിന്റെ ആക്സിസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ഇതിന്റെ ജസ്റ്റ് ഒരു 3D വ്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 1 2 3 4 ഇങ്ങനെ 4 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ലോഡിന് പാരലൽ ആയിട്ടാണ് ബോൾട്ട് ആക്സിസ് ഉള്ളത്. അതുകൊണ്ട് we have to calculate the primary tensile load and secondary tensile load due to bending. First we have to calculate the primary tensile load. Second we have to calculate secondary tensile load due to bending or due to turning. Due to turning പറയുമ്പോൾ with respect to this area of the point ഈ ലോഡ് കാരണം ഈ ബ്രാക്കറ്റ് ഇവിടെ നിങ്ങൾ ടിൽറ്റ് ചെയ്തു ഇങ്ങനെ കാൻഡിലേറ്റർ മാതിരി ഇങ്ങനെ ബെൻഡ് ചെയ്യും. ആ സമയത്ത് ഈ ഭാഗത്തുള്ള ബോൾട്ട് ഉണ്ട് അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും, വലിയും നന്നായിട്ട്. Compared to this one, this bolt will stretch more. So we have to design. ഇവിടെ കാണുന്ന കാരണം ഇവിടെയാണ് ലോഡ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുക ഇവിടെ ഈ ഭാഗത്താണ്. കാരണം ഇതിന് അടുത്തായതുകൊണ്ട് ഈ ലോഡ് ഇതിൽ നിന്ന് വളരെ ഹെവി ആയതുകൊണ്ട് ഇവിടെ അത്ര സ്ട്രെച്ചിങ് വരില്ല. ഇവിടെയാണ് ബോൾട്ടിന് ഒരുപാട് സ്ട്രെച്ചിങ് വരിക. ലോഡ് ഇവിടെയാണ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുക. സോ ഈ ഭാഗത്തുള്ള ബോൾട്ടാണ് ആദ്യം ഫെയിൽ ആവുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു ബോൾട്ട് ഡിസൈൻ ചെയ്താൽ മതി. എന്നിട്ട് അകത്താണ് കിട്ടുന്നത് ആ വാല്യൂസ് വെച്ചിട്ട് ബാക്കി 4 ബോൾട്ടും ഇവിടെ ഇട്ടാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, ഈ ബ്രാക്കറ്റ് ഒരിക്കലും ഫെയിൽ ആവില്ല. സോ വി ഹാവ് ടു ഡിസൈൻ. ഇവിടെ ഉണ്ടാകുന്ന ബോൾട്ട് മാക്സിമം സ്ട്രെസ് അനുഭവപ്പെടുന്ന ആ ഒരു ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ permissible tensile stress of the bolt material is given. ഈ ബോൾട്ട് എന്ന് പറയുന്നത് ഏതൊരു മെറ്റീരിയലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഏത് മെറ്റീരിയലാണ് എന്നുള്ള കാര്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ദിസ് ബോൾട്ട് ഇസ് മേഡ് ഓഫ് സം മെറ്റീരിയൽ, ഇറ്റ്സ് അലൗവബിൾ ഓർ ഇറ്റ്സ് മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഈസ് ദിസ് മച്ച്. മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഇത്രയേ പറ്റൂ. അപ്പോൾ സിഗ്മ ടി ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. അപ്പോൾ ബോൾട്ടിന്റെ ആ സിഗ്മ ടി ന്യൂട്ടൺ പെർ എം സ്ക്വയർ ഇൻറ്റു ആ ബോൾട്ടിന്റെ ഈ കാണുന്ന ഷാങ്ക് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഈ കാണുന്ന ഷാങ്ക്. അപ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഈ ബോൾട്ട് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മെറ്റീരിയലിന്റെ അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും we will get force bearing capacity of the bolt. Force bearing capacity of the bolt എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. ആ ഒരു വാല്യൂ അത് നമുക്ക് കിട്ടും. അതിന് π/4 ഇൻറ്റു ഡി സ്ക്വയർ ഈ കാണുന്ന അതിന്റെ ഏരിയ ഇൻറ്റു അലൗബിൾ മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫോഴ്സ് ബെയറിംഗ് കപ്പാസിറ്റി, ഒരു ഫോഴ്സ് കിട്ടും, ഇത്രയും കുറച്ച് കിട്ടും. ആ ഇതിനേക്കാളും കുറവായിരിക്കണം ഈ ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഈ ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന ടോട്ടൽ ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ 60 ന്യൂട്ടൺ പെർ എം സ്ക്വയർ കൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ അതിനേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ഇത് സക്സസ് ആണെന്ന് പറയാൻ പറ്റൂ. അതായത് ടോട്ടൽ ടെൻസൈൽ ലോഡ് എന്ന് പറയുന്ന ഈ വാല്യൂ that has to be less than or equal to π/4 into sigma t into dc square. π/4 dc square into sigma t. അതാണ് കണ്ടീഷൻ. അങ്ങനെ കഴിഞ്ഞാൽ ഇത് സേഫ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൈസ് ഓഫ് ദി ബോൾട്ട് ആണ്. ദാറ്റ് ഈസ് DC എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ. ഇതാണ് നമ്മുടെ ബോൾട്ടിന്റെ ത്രെഡഡ് പോർഷൻ. ഇവിടെ കണ്ടില്ല, ഇങ്ങനെ കാണാൻ പറ്റും ജസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് മിനിമം ഏരിയ ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതൊരു റൂട്ടാണ്, ഈ റൂട്ടിന്റെ മറ്റൊരു ഭാഗമായിട്ട് ഇവിടെ ഒരു റൂട്ടുണ്ട്. അപ്പോൾ ആ ഇടയിലുള്ള ആ ചെറിയൊരു സ്മോൾ ഗ്യാപ്പിൽ വരുന്ന ഡയമീറ്റർ
അതിനെ പറഞ്ഞ കാര്യമാണ് കോർ ഡയമീറ്റർ, ഡി സി എന്ന് പറയും. ആ ഡി സി ആണ് ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാവും. ആ ഡി സി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡി സിനെ ബേസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഈ ബോൾട്ടിന്റെ ടോട്ടൽ വിഡ്ത്ത്, അതേമാതിരി ഈ ബോൾട്ട് ഹെഡിന്റെ ഇത്ര തിക്നെസ്, നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വൺസ് യു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് കോർ ഡയമീറ്റർ. കോർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൊപ്പോർഷൻസ് ആണ്. 1.2 ടൈംസ് ഡി സി, 3 ഇൻറ്റു ഡി സി, അങ്ങനെയുള്ള ഓരോ പ്രൊപ്പോർഷൻസ് വെച്ചിട്ട് നമുക്ക് കോർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊപ്പോർഷൻസ് വെച്ചിട്ട് ഈ ബോൾട്ടിന്റെ ബാക്കി എല്ലാ ഡയമെൻഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് കോർ ഡയമീറ്റർ ഡി സി. അപ്പോൾ ഡി സി കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡി സി കിട്ടുന്നെങ്കിൽ നമ്മുടെ ഇക്വേഷനാണ് π/4 ഇൻറ്റു ഡി സി ഇൻറ്റു സിഗ്മ ടി, π/4 ഡി സി സ്ക്വയർ ഇൻറ്റു സിഗ്മ ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട് മെറ്റീരിയൽ. നമുക്ക് തന്നിട്ടുള്ള ഈ ബോൾട്ട് മെറ്റീരിയലിന്റെ ഈ മാക്സിമം അലോവബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ബോൾട്ടിന്റെ ഏരിയ നമുക്ക് അറിഞ്ഞാൽ ഈ ബോൾട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മാക്സിമം ഫോഴ്സ് ഇത്രയാണ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ മേലെ നമ്മൾ ഈ കാൽക്കുലേഷൻസിൽ കൂടി കാണുന്ന ഫോഴ്സ് അതിന്റെ മേലെ പോകാൻ പാടില്ല. അതിന്റെ മേലെ ഈ കാൽക്കുലേഷൻ വഴി കിട്ടുന്ന ഈ ലോഡ് എന്ന് പറയുന്നത് അതിന്റെ മേലെ പോയാൽ ഒരിക്കലും നമ്മുടെ ഇത് ഈ ഡിസൈൻ ഫെയിൽ ആയി പോകും. അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് പൊട്ടി താഴെ പോകും. അപ്പോൾ അത് ഒഴിവാക്കണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ നോക്കാം ഇനി എങ്ങനെയാണ് ഈ ടോട്ടൽ ടെൻസൈൽ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ലോഡിങ്ങിന് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ലോഡിന്റെ ആക്സിസ് പാരലൽ ആയിട്ടാണ് ബോൾട്ടിന്റെ ആക്സിസ് ഉള്ളത്. അപ്പോൾ എന്തുണ്ടാകുന്നത്, ഇത് ഇവിടുന്ന് ഒരു താഴോട്ടേക്ക് കൂടി സ്കിഡ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാവുക ഒരു പ്രൈമറി ടെൻസൈൽ ലോഡ് ഉണ്ടാകുന്നത്. അതായത് താഴോട്ടേക്ക് സ്കിഡ് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെയുള്ള ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ട് ജസ്റ്റ് ഒന്നിന് വലിയും. അപ്പോൾ അതുകൊണ്ട് ടെൻസൈൽ ആക്ഷൻ ആണ്. സോ പ്രൈമറി ടെൻസൈൽ ലോഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് ക്യാരിഡ് ബൈ ഈച്ച് ബോൾട്ട്. That is direct tensile load carried by each bolt. ഓരോ ബോൾട്ടും ക്യാരി ചെയ്യുന്ന ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് that is equal to capital F dash. F dash is equal to F by N. Data book page number 130. K Mahadevan data book page number 130 എടുത്ത് നോക്കി കാണാൻ പറ്റും. So 6250 ലോഡാണ്. അപ്പോൾ ഇത് 6250 6250 6250 6250 ഇതാണ് ടെൻസൈൽ ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് ക്യാരിഡ് ബൈ ഈച്ച് ബോൾട്ട്. F dash is equal to കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ ബോൾട്ടും കണ്ടോ, ഇവിടെ രണ്ട് ബോൾട്ട് ഉണ്ട്, ഇവിടെ രണ്ട് ബോൾട്ട് ഉണ്ട്. ഇത് L1 ഡിസ്റ്റൻസിലാണ്, ഇത് L2 ഡിസ്റ്റൻസിലാണ്, ഇത് എക്സെൻട്രിസിറ്റി ഡിസ്റ്റൻസിലാണ് ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, ഇത് വേറെ ഒന്നും കാര്യമൊന്നും പറയാനില്ല. അപ്പോൾ ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് പ്രൈമറി ടെൻസൈൽ ലോഡ് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡറി ടെൻസൈൽ ലോഡ് കാണണം. അപ്പോൾ ഒന്നാമത് നമ്മൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് താഴോട്ടേക്ക് സ്കിഡ് ചെയ്യാം. പിന്നെ ഒരു പോസിബിലിറ്റി എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈ ലോഡ് കാരണം ഇത് ഇങ്ങനെ താഴോട്ടേക്ക് ഒരു ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഡ്യൂ ടു ബെൻഡിങ്. ആ സമയത്തും ഇവിടെ ടെൻസൈൽ തന്നെയാണ്, ഈ ടെൻസൈൽ എഫക്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെയുള്ള ടെൻസൈൽ എഫക്ട് ആയിരിക്കും കൂടുതൽ വരിക. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ ലോഡിന്റെ അടുത്താണ് ഈ ബോൾട്ട് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഈ ബോൾട്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എവേ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടെൻസൈൽ എഫക്ട് ഇവിടെ കുറവായിരിക്കും, ഇവിടെ ലോഡ് കൂടുതലായിരിക്കും. ഇവിടെയുള്ള ബോൾട്ടിനെ പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യും നല്ലോണം. കമ്പയർ ടു ദിസ് വൺ ഇവിടെയുള്ള ബോൾട്ടിനെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തുള്ള ബോൾട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല, ഇത് സക്സസ് ആണ്. അത് ഇവിടെയുള്ള ഈ ഭാഗത്ത് വേണ്ടി ഒരു ബോൾട്ട് നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ വാല്യൂ എത്രയാണോ ആ ബോൾട്ടിന് എടുത്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ, ആ ഡിസൈൻ സക്സസ് ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സിക്സ് ഹെവിലി ലോഡഡ് ബോൾട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് L2 ഫ്രം ദി എഡ്ജ് A. ഈ എഡ്ജ് എയിൽ നിന്ന് ഹെവിലി ലോഡ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അടുത്തായതുകൊണ്ട് ഇവിടെയാണ് ഹെവി ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെ പറഞ്ഞിട്ടുള്ള 60 ഹെവി ലോഡഡ് ബോൾട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് L2 ഫ്രം ദി എഡ്ജ് A. ഓക്കെ, സോ ഇനി F2 കാണണം. ഇവിടെ ആക്ട് ചെയ്യുന്ന ഹെവി ലോഡ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ F2 is equal to an equation ആണ് capital F into E into L2 divided by 2 into L1 square plus L2 square. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 130 9.7b ഇക്വേഷൻ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. F2 എടുക്കാൻ കാരണം ഇത് L2 ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ലോഡാണ് കൂടുതൽ ഹെവി ലോഡാണ് F1 എടുക്കുക. ഇത് ഇവിടെയുള്ള ബോൾട്ടിലാണ് കൂടുതൽ ഹെവി ലോഡാണ് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് F2 is equal to capital F നമുക്ക് കിട്ടില്ല. Into E means eccentricity distance into L2 divided by 2 into L1 square plus L2 square. ഇനി L3 square ഉണ്ടെങ്കിൽ 2 into L1 square plus L2 square plus L3 square ഉണ്ട്.
അങ്ങനെ ആകുമ്പോൾ F into E into L3 എന്നാണ് വരിക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ L2 ആകുമ്പോൾ L2, ഇവിടെ L1 ആണ്, ഇവിടെ 2 into L1 സ്ക്വയർ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് കാര്യം വിട്ടേക്ക്. ഇനി നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എഫ് കൊടുക്കുക 25 അല്ല. അപ്പോൾ 25,000 ഇൻറ്റു എക്സ്റ്റൻസിറ്റി ഡിസ്റ്റൻസ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 millimeter. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു L2 225 ഇറ്റ് ഈസ് ഗിവൺ divided by 2 into L1 square plus L2 square, you will get the value of 25,000 Newton. So the most heavy loaded bolt are situated at the greatest distance from the tilting edge. Tilting edge പറയുമ്പോൾ AA, അതിന്റെ ബേസിക് ആണ് tilting edge, tilt ചെയ്യുന്നത്. The most heavy loaded bolts are situated at the greatest distance from the tilting edge. That is L2. Tilting edge is the most heavy loaded bolts are situated at the greatest distance. That is L2 distance ആണ്. So therefore total tensile load is equal to എത്ര വരിക? F max. F max is equal to എത്ര വരിക? F dash plus F2. F2 കൂടെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ ടെൻസൈൽ ലോഡും ഇതും രണ്ടും ടെൻസൈൽ നേച്ചർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ സ്ട്രെസ്സോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഒരേ ടെൻസൈൽ നേച്ചർ ആയതുകൊണ്ട് we can add it. So total tensile load is equal to F max, that is equal to F dash plus F2. F dash means 6250 plus 25,000 is equal to 31,250 Newton. ഇനി വേണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ ഫോഴ്സ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട്. ആ ബോൾട്ട് നമുക്ക് അത് ഒരു ബോൾട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ആ ബോൾട്ടിൻ്റെ അലവബിൾ മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഓഫ് ദ ബോൾട്ട് മെറ്റീരിയൽ ഈസ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? കോർ ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ 39 ഇത് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 5/4 DC square to 16 എഴുതാം. So from this you will get the value of DC is equal to 25.7 millimeter. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 26 millimeter അല്ലെങ്കിൽ 27 millimeter ഇതൊക്കെ എഴുതാം. 26 millimeter എഴുതിക്കോ. സോ അതോടുകൂടി നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ നോമിനൽ ഡയമീറ്റർ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ഭാഗമാണ് DC എന്ന് പറയുന്നത്. ഇവിടെയാണ് നോമിനൽ ഡയമീറ്റർ ഇവിടെ ഉണ്ടാവുക D. ഇതാണ് ബോൾട്ട് ഹെഡ്. ഇത് നിങ്ങൾ മെഷീൻ ഡ്രോയിങ്ങിൽ പഠിച്ചതാണ്. അപ്പോൾ നോമിനൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഇസ് ഡിനോട്ടഡ് ബൈ പോയിന്റ് D. അപ്പോൾ DC is equal to 0.84 times D എന്ന് എഴുതാം. ഇതൊരു ഇക്വേഷനാണ്. ഡാറ്റ നമുക്ക് കാണില്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ഇറ്റ്. So 35.7 is equal to 0.84 into D. D is equal to 30.59. ആ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് 31 millimeter. 31 millimeter എഴുതാം. എഴുതുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് റഫർ ഡാറ്റ ബുക്ക് കെ മഹാദേവൻ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 142 എടുത്താൽ അതിൽ 143 എന്ന് പറയുമ്പോൾ 143 കെ മഹാദേവൻ ഡാറ്റ ബുക്ക് ഇതിൽ 143 എടുത്താൽ നമ്മൾ ഇതിനകത്ത് ഫിഫ്ത്ത് കോളം നോക്കുക. 1 2 3 4 5 എന്ന് കാണാൻ പറ്റും. ഫിഫ്ത്ത് കോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത്ത് കോളം എന്ന് പറയുന്നത് മൈനർ ഡയമീറ്റർ എന്ന് കാണാൻ പറ്റും. മൈനർ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 30.59 ആണുള്ളത്. അപ്പോൾ 30.59 എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് കോളം ഡാറ്റ 142 ശരിയാ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കാണുന്നില്ല, വിഷമമുണ്ട് ഇതിൽ. അത് നിങ്ങൾ നോക്കിയാൽ മതി. 142 ഫിഫ്ത്ത് കോളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 142 142 1 2 3 4 5 ഫിഫ്ത്ത് കോളത്തിൽ ഏകദേശം 30.59 എന്ന് പറയുമ്പോൾ അതാ ഇവിടെ കാണാൻ പറ്റും 31.159696 കാണാൻ പറ്റും. അതിന് നേരെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരിക. ഒന്നാമത്തെ കോളത്തിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും M33. സോ ദ നിയറസ്റ്റ് വാല്യൂ ഓഫ് D is equal to 33 millimeter. അങ്ങനെയാണ് നോമിനൽ ഡയമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു.